ഓർഡർ റൂൾ 50. സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തത് മൂലം ഗതാഗത യോഗ്യമല്ലായതിനെ തുടർന്ന് അപകടങ്ങൾ വർദ്ധിക്കുന്നതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ നജീബ് കാന്തപുരം, IC ബാലകൃഷ്ണൻ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാർ, നമ്മുടെ സംസ്ഥാനത്താകെ 2,35,000 കിലോമീറ്റർ റോഡാണുള്ളത്. അതിൽ 29,522 കിലോമീറ്റർ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലാണ്. സാർ, 2 ലക്ഷത്തോളം കിലോമീറ്റർ റോഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ്. അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് സാർ. ഗ്രാമീണ റോഡുകൾ ടാർ ചെയ്ത് നല്ല നിലയിൽ നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ കാരണം 1996 സഖാവ് VK നായനാർ നയിച്ച LDF സർക്കാർ നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. സാർ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ വളരെ ചെറിയ ശതമാനമാണെങ്കിലും ട്രാഫിക്കിങ്ങിൽ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് PWD റോഡാണ്. റോഡ് ഡെൻസിറ്റിയിൽ ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇവിടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിരത്ത് വിഭാഗത്തിന് കീഴിൽ 24,376 കിലോമീറ്റർ റോഡാണ്. CRIF പദ്ധതിയിൽ 527 കിലോമീറ്റർ, KRFB PMU 3,425 കിലോമീറ്റർ, KSTP 1,294 കിലോമീറ്റർ. ഇതോടൊപ്പം PWD ദേശീയപാത വിഭാഗം പരിപാലിക്കുന്ന ദേശീയപാത 548 കിലോമീറ്റർ. സർ, ഇതിൽ 4,783 കിലോമീറ്റർ റോഡ് പരിപാലന കാലാവധിയിലുള്ളത്. അതിപ്പോൾ ബോർഡും വെച്ചിട്ടുണ്ട്. 19,908 കിലോമീറ്റർ റോഡ് റണ്ണിങ് കോൺട്രാക്റ്റിലാണ്. അതും ബോർഡ് വെച്ചിട്ടുണ്ട് സർ, ജനങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടി സാധിക്കും. നിരത്ത് വിഭാഗത്തിന് കീഴിൽ ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത് 1,835 കിലോമീറ്റർ റോഡാണ്. CRIF പ്രവൃത്തി നടക്കുന്നത് 403 കിലോമീറ്റർ റോഡാണ്. KRFP പ്രവൃത്തി നടക്കുന്നത് 1,120 കിലോമീറ്റർ റോഡാണ്. KSTP പ്രവൃത്തി നടക്കുന്നത് 737 കിലോമീറ്റർ റോഡാണ്. 114 കിലോമീറ്റർ റോഡ് പ്രവൃത്തിയാണ് PWD ദേശീയപാതയിൽ നടക്കുന്നത്. റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യമാണ് PWDക്കുള്ളത്. 4,095 കിലോമീറ്റർ റോഡുകളിൽ പ്രവൃത്തി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും റോഡുകൾ ഭാവിയിൽ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ് അർത്ഥം. ഇതിൽ ഭൂരിഭാഗം റോഡുകളും ഡിസൈൻ റോഡുകളായാണ് ഉയർത്തുന്നത്. സർ, റോഡ് നിർമ്മാണം മാത്രമല്ല, റോഡിൻ്റെ പരിപാലനത്തിനും ഉയർന്ന പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനായി വൈവിധ്യമാർന്ന പദ്ധതികൾ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കി നടപ്പിലാക്കുകയാണ്. റണ്ണിങ് കോൺട്രാക്ട് പദ്ധതി അതിൽ പ്രധാനമാണ്. 19,908 കിലോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റണ്ണിങ് കോൺട്രാക്റ്റ് വഴി പരിപാലിക്കുകയാണ്. ഇതിന് വലിയ നിലയിൽ സ്വീകാര്യത ഉയർന്നു വരുന്നുണ്ട്. പരിപാലനത്തിന് മാത്രമായി 824 കോടി രൂപയാണ് ഭരണാനുമതി നൽകിയത്. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. സർ, ഒരു കാര്യം ഉറപ്പായും പറയാനാകും, സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും പൂർണ്ണ ഗതാഗത യോഗ്യമാണ്. പ്രവൃത്തി നടക്കുന്ന റോഡുകളിലും പ്രവൃത്തി വിവിധ കാരണങ്ങളാൽ തടസ്സപ്പെട്ട റോഡുകളിലും യൂട്ടിലിറ്റി പ്രവൃത്തി നടന്ന ചില റോഡുകളിലും കോടതി വ്യവഹാരവും മറ്റുമുള്ള റോഡുകളിലും ചില പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഒരു ടീമായി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ മന്ത്രിമാർ എന്നുള്ള നിലയിൽ ചെയ്യുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ യോഗവും മറ്റു കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. സർ, ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത്തരം ബുദ്ധിമുട്ടുകളുടെ ഇടങ്ങളിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരമാവധി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമവും ടെക്നോളജിയുടെ സാധ്യത ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കും. സുതാര്യത ഉറപ്പുവരുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയിക്കും. ശ്രീ നജീബ് കാന്തപുരം. സർ, വഴി നടക്കാനുള്ള പൗരൻ്റെ അവകാശം നിഷേധിച്ച ഒരു സർക്കാരാണിത്. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും ഭരണഘടനാപരമായ അവകാശമാണ്.
പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 30,000-ഓളം കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകൾ നാട്ടിലുണ്ട് എന്നാണ് ബഹുമാന്യനായ മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. ഇവയിൽ എത്ര റോഡുകളിലൂടെ ആളുകൾക്ക് എല്ലൊടിയാതെ യാത്ര ചെയ്യാനാവും സർ? അങ്ങ് ഭാവിയിൽ റോഡ് നന്നാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാണ് സർ ആ ഭാവി ഉണ്ടാവുക? 3.5 കോടി മലയാളികൾ മഹാഭൂരിപക്ഷം പേരും യാത്രക്ക് ആശ്രയിക്കുന്നത് റോഡ് മാർഗമാണ്. ഒരു വർഷം ശരാശരി റോഡ് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ വാഹന നികുതിയായി മാത്രം ഈടാക്കുന്നത് 6,000 കോടി രൂപയാണ് സർ. എന്നാൽ നമ്മൾ എന്താണ് സർ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത്? ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു. എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത്? കാൽനട യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ആസ്പത്രികളിൽ പോകുന്നവർക്ക് കേരളത്തിലെ ഒരു റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുമോ സർ? അതെ, പെരിന്തൽമണ്ണയുണ്ട്. മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്കിപ്പോൾ? പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ? എത്ര വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞു? കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കാം സർ. 2023 മാത്രം 4,010 ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത്. 54,369 പേർക്കാണ് പരിക്കേറ്റത്. എത്ര മനുഷ്യരുടെ നട്ടലൊടിഞ്ഞു? എത്ര മനുഷ്യർ ബെഡ് റിഡനായി? എത്ര മനുഷ്യർക്ക് അംഗവൈകല്യമുണ്ടായി? എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു? എത്ര സ്ത്രീകൾക്ക് അബോർഷനായി? ഇത് കേട്ടാൽ തോന്നും ഞാൻ ഈ പറയുന്നതെല്ലാം മാസങ്ങൾക്ക് മുമ്പാണ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ മകുടോദാഹരണമായി എന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് അബോർഷനായി സർ. ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് സർ കേസെടുക്കുക? ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഘാതകൻ PWD ഡിപ്പാർട്ട്മെന്റ് ആണ് സർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ എത്ര റോഡുണ്ട് മെച്ചം? ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഭരണകക്ഷിയിലെ ഒരുപാട് MLA-മാർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ റോഡ് കൂടി ഒന്ന് പറയണമെന്ന്. പക്ഷേ എനിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എത്ര റോഡുണ്ട് മെച്ചപ്പെട്ടത്? നിങ്ങൾ പറയുന്നതെല്ലാം നീർക്കുമിളകളാണ്. മന്ത്രി ചില റോഡുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കൊതി തോന്നും സർ. ഇങ്ങനെയുള്ള ഒരു റോഡെങ്കിലും ഞങ്ങളുടെ നാട്ടിലൂടെ ഒന്ന് കാണാൻ പറ്റിയെങ്കിലെന്ന് ഞങ്ങൾ വിചാരിക്കും. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ മന്ത്രി നേരത്തെ പറഞ്ഞ പോലെ 29,573 കിലോമീറ്റർ റോഡുണ്ട്. സ്റ്റേറ്റ് ഹൈവേ 4,128.38 കിലോമീറ്റർ റോഡുണ്ട്. മേജർ ഡിസ്ട്രിക്ട് റോഡ് 25,444.7 കിലോമീറ്റർ ഉണ്ട്. ഇതിനു പുറമെ NH-ന് കീഴിൽ വരുന്ന 548 കിലോമീറ്റർ വേറെയുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നേരെയാക്കാൻ കഴിഞ്ഞത് എത്ര കിലോമീറ്റർ റോഡാണ് സർ? ഇന്നലെ മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഉണ്ടായിരുന്നു. എണ്ണി പറഞ്ഞിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ വിൻസെന്റ് MLA ഇവിടെ ഉണ്ട്. സ്മാർട്ട് റോഡുകൾ വരെ തകരാറിലായി കിടക്കുന്ന റോഡുകളെ വിശദമായി പറയേണ്ടായി. കണ്ണൂർ ജില്ലയിൽ MLA-മാർ ഇവിടെ ഉണ്ടല്ലോ. കരിവള്ളൂരിലെയും ഓണക്കുന്നിലെയും വെള്ളൂരിലെയും റോഡുകളുടെ സ്ഥിതി എന്താണ് സർ? കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി എന്താണ് സർ? ചോറോടും തിക്കോടിയിലും ദേശീയപാതയുടെ നിർമ്മാണത്തെ തുടർന്ന് പരിസരവാസികൾ ദുരിതത്തിലായിട്ട് എത്ര കാലമായി സർ? ഇവിടെ TB ഇബ്രാഹിം MLA ഉണ്ട്. കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ സ്ഥിതി എന്താണ് സർ? മലപ്പുറം ജില്ലയിലെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും സർവീസ് റോഡിലൂടെയാണ് സർ. വലിയ താഴ്ചയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് മീതെ ഏത് നിമിഷവും മൺതിട്ടകൾ അടർന്നു വീണേക്കാം എന്ന സ്ഥിതിയാണ് സർ. ഏത് സമയത്തും വെള്ളം കുത്തിയലിച്ചു വരുന്ന സ്ഥിതിയാണ് സർ. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡ് ബഹുമാന്യനായ മഞ്ഞളാംകുഴി അലി സാഹിബിന്റെ നിയോജക മണ്ഡലത്തിലാണ്. എത്ര കാലമായി സാർ ഈ റോഡിന്റെ ദുരിതക്കഥകൾ അദ്ദേഹം ഈ സഭയിൽ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്? ഇനി എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു റോഡുണ്ട്. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ ഏറ്റവും ട്രാഫിക് ഉള്ള പുലാമന്തോൾ മേലുറ്റൂർ റീച്ചാണത്. 144 കോടി രൂപ വകയിരുത്തിയിട്ട് 4 വർഷമായി സർ. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച റോഡാണ് സർ. ഈ റോഡിന്റെ മേൽനോട്ടം KSTP-ക്കാണ്. ഒരു വർഷമായി ഒരു പണിയും നടക്കാതായിട്ടും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല സർ.
കോൺട്രാക്ടർമാർക്കുമേൽ ഈ സർക്കാരിന് യാതൊരു അധികാരവും ഇല്ലേ എന്ന് ഞാൻ ബഹുമാന്യനായ മന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനൊന്നും മേൽനോട്ടം വഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥനുമില്ലേ? ഈ റോഡിലെ വേങ്ങൂരിൽ 3 പേരാണ് സാർ അപകടം മൂലം മരണപ്പെട്ടത്. രക്തസാക്ഷികളാണ് സാർ ഇവർ. ആരാണ് ഇതിന് ഉത്തരവാദി? തൃശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത. KSTPയുടെ ആദ്യകാലത്ത് ഏറ്റെടുത്ത പ്രധാന വർക്കുകളിൽ ഒന്നാണ്. അന്ന് നിർമ്മിച്ച റോഡ് വർഷങ്ങൾ കേടാവാതെ നിന്നിരുന്നു സർ. എന്നാൽ ഇന്ന് ആ റോഡിന്റെ സ്ഥിതി എന്താണ് സർ? ബഹുമാന്യനായ മുഖ്യമന്ത്രി കുടിയില്ലാത്ത റോഡിലൂടെ തൃശൂരിലേക്ക് പോകാൻ 16 കിലോമീറ്ററാണ് സർ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നത്. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് വരുന്ന മുഖ്യമന്ത്രി എന്തേ കേച്ചേരി റോഡ് ഒഴിവാക്കിയത്? വടക്കാഞ്ചേരി വഴി തൃശൂരിലേക്ക് ചുറ്റിവളഞ്ഞ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പോയത് കുഴികൾ മറികടക്കാനാണ് സർ. സാധാരണക്കാർക്ക് ഇങ്ങനെ റൂട്ട് മാറിപ്പോകാൻ കഴിയുമോ സർ? അവർക്ക് എസ്കോട്ടും പൈലറ്റും ഇല്ല സർ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വഴിയാധാരം എന്ന പരമ്പര നിങ്ങൾ കാണണം. ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് സർ. പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കലഞ്ഞൂർ പാടം റോഡിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ബഹുമാന്യനായ കോന്നി അങ്ങ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. MLA-മാരെ നാട്ടുകാർ റോഡിൽ തടയുന്ന സാഹചര്യമുണ്ടായി സർ. ഈ സർക്കാരിന്റെ ഭരണവൈകല്യമാണ് സർ. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ ഷൊർണൂർ പാതയിലെ സ്ഥിതി എന്താണ് സർ? പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാത കടന്നു പോകുന്ന കുളപ്പുള്ളി മുതൽ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ കുടികൾ എന്താണ് സർ? കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ വളരെ മനോഹരമായി ഇത് കൊണ്ടുവന്നിരുന്നു സർ. എറണാകുളം ജില്ലയുടെ സ്ഥിതി എന്താണ് സർ? ദേശീയപാത 66-ൽ ഇടപ്പള്ളി മൂത്തകുന്നം ഭാഗത്തെ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് സർ. കോട്ടയത്ത് മുണ്ടക്കയം കുമളി റോഡിന്റെ സ്ഥിതി എന്താണ് സർ? ബഹുമാന്യനായ നമ്മുടെ കുട്ടനാട് MLA-യുടെ പടഹാരം റോഡിന്റെ സ്ഥിതി എന്താണ് സർ? 5 വർഷമായിട്ടും കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർ മുഴി റോഡ് മോചനം കാത്തുകിടക്കുകയാണ് സർ. ശബരിമല തീർത്ഥാടകർ ആശ്രയിക്കുന്ന എരുമേലി കാരിത്തോട് മണിമല റോഡിന്റെ സ്ഥിതി എന്താണ് സർ? മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയും വിധമല്ല ഇതൊന്നും. ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇതൊന്നും കാണുന്നില്ലേ? ആലപ്പുഴ ജില്ലയിൽ അരൂർ മുതൽ കായംകുളം കൃഷ്ണപുരം വരെ 97 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയപാതയിലൂടെ യാത്രയുടെ സ്ഥിതി എന്താണ് സർ? അരൂർ തുറവൂർ ഭാഗത്തെ ജനങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയുമോ? കൊല്ലം ജില്ലയിലെ പ്രധാന പാതയായ MC റോഡിലേക്ക് എത്തുന്ന റോഡുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു സർ. തലസ്ഥാന നഗരിയിലെ എല്ലാം മനോഹരമെന്ന് ബഹുമാന്യനായ മന്ത്രി പറയുമ്പോൾ അങ്ങയുടെ വാദം പൊളിച്ചുകൊണ്ട് ഓരോ ദിവസവും മത്സരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ നിയമസഭക്കകത്ത് ബഹുമാന്യനായ മന്ത്രി പ്രസംഗിക്കുന്നതിന്റെ പിറ്റേ ദിവസം മാധ്യമങ്ങൾ ആ റോഡ് തകർന്നു കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ, വീഡിയോകൾ കൊണ്ടുവരികയാണ്. അട്ടക്കുളങ്ങര തിരുവല്ല റോഡ് 4 കൊല്ലമായി പരിതാപകരമാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള റോഡിന്റെ സ്ഥിതി നേരിട്ട് അനുഭവിച്ചവർക്ക് മനസ്സിലാക്കും സാർ. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ കഥ ഇനി ഞാൻ പറയേണ്ടതുണ്ടോ? 63 പൊതുമരാമത്ത് റോഡുകൾ സ്മാർട്ട് റോഡാക്കാൻ പദ്ധതിയിട്ടിട്ട് ഇന്ന് അതിന്റെ അവസ്ഥ എന്താണ് സാർ? റോഡുകളുടെ പ്രവൃത്തി ആരാണ് നിരീക്ഷിക്കേണ്ടത്? എത്ര AE-മാർ വർക്ക് സൈറ്റിൽ ഉണ്ടാവാറുണ്ട് സാർ? എത്ര എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഇത് പരിശോധിക്കുന്നുണ്ട് സാർ? എത്ര EE-മാരും CE-യും റോഡുകളുടെ പ്രവൃത്തി വിലയിരുത്തുന്നുണ്ട് സാർ? നടപടി സ്വീകരിക്കുന്നുണ്ട്. കരാറുകാർക്ക് തോന്നിയ പോലെ ചെയ്യാനാണെങ്കിൽ എന്തിനാണ് സാർ ലക്ഷങ്ങൾ ശമ്പളം നൽകി ഈ ഉദ്യോഗസ്ഥരെ നമ്മൾ പോറ്റുന്നത്? റോഡ് എഞ്ചിനീയറിംഗ് ഗുരുതരമായ പ്രശ്നമാണ് സാർ. നമ്മുടെ റോഡുകൾ മിക്കതും പണിയുന്നത് അശാസ്ത്രീയമായിട്ടാണ്. റോഡ് കുഴിക്കുന്നത് എന്ത് പ്ലാനിംഗ് കൂടിയാണ്. ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അടിയോടടിയാണ് സാർ. വാട്ടർ അതോറിറ്റിയും PWDയും തമ്മിൽ അടിയാണ്. KSEB-യും PWDയും തമ്മിൽ അടിയാണ്. എല്ലാ പണിയും കഴിയുമ്പോഴേക്ക് കേബിളുകാർ കമ്പിപ്പാറയുമായി വന്ന് കുഴിക്കാൻ വരികയാണ്. ഇത്ര പ്ലാനിംഗ് ഇല്ലാത്ത ഒരു വകുപ്പ് മറ്റേതാണുള്ളത് സാർ? ചില റോഡുകളിലൂടെ പോയാൽ അഡ്വഞ്ചർ പാർക്കിലൂടെയാണോ പോകുന്നതെന്ന് തോന്നിപ്പോകും. വിദേശ രാജ്യങ്ങളിൽ റോഡിന്റെ ഞാൻ ചുരുക്കാണ് സാർ. കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല സാർ. ഇവിടെ കമ്മീഷന്റെ കാര്യത്തിൽ മാത്രമേ വിട്ടുവീഴ്ച ഇല്ലാത്തതുള്ളൂ. അപ്പോൾ പറയും കേരളത്തിൽ മഴയുണ്ടായിട്ടല്ലേ. ഗോവയിൽ എന്താണ് സാർ മഴയില്ലേ? മഹാരാഷ്ട്രയിലും കർണാടകയിലും മഴയില്ലേ? എന്നിട്ട് എന്താ ഇവിടെ റോഡുകൾ കേടാവാത്തത്? ഇടുക്കിയിൽ റോഡരികിൽ ഈ മരങ്ങൾ മുറിക്കാൻ ഇനിയും കഴിയാത്തത് കൊണ്ട് മാത്രം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. റോഡുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളെ കുറിച്ച് ശാസ്ത്രീയമായി അറിവുള്ള എത്ര പേർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് സാർ? നമുക്കൊരു സ്ഥിരം ഏർപ്പാടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം പോലെ മേള പോലെ മഴക്കാല പൂർവ്വ ഓട്ടയടക്കൽ യജ്ഞം. മാർച്ച് 31 മുമ്പ് എംബുക്ക് റെക്കോർഡ് ഉണ്ടാക്കും. കോടികളാണ് ഈ യജ്ഞത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. മഴ പെയ്താൽ ഒരു മിനിറ്റ് കൂടി സാർ, 1 മിനിറ്റ് കൂടി എനിക്ക് വേണം. വെറ്റ് മിക്സ് കമ്പോണന്റ് ഒരു ചാക്കിന് 850 രൂപയാണ് സാർ.
ഈ വെറ്റ് മിക്സിന് പകരം ചെളി കൊണ്ടാണ് ഇവിടെ ഓട്ടയടക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ എഞ്ചിനീയർമാരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ കോൺട്രാക്ടർമാരും മോശക്കാരാണെന്ന് പറയുന്നില്ല. എന്നാൽ മോശക്കാരായ എഞ്ചിനീയറും കോൺട്രാക്ടർമാരുടെയും കൂട്ടുകെട്ടിന്റെ ചാകരക്കാലമാണ് സാർ ഈ മഴക്കാലം. അവർ കോടികൾ അടിച്ചു മാറ്റുകയാണ് സാർ. ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിൽ അംഗങ്ങളായ എഞ്ചിനീയർമാരോട് ഞാൻ പറയട്ടെ, വെറ്റ് റോഡ് ട്രീറ്റ്മെന്റിന്റെ കോഡ് ഓഫ് പ്രാക്ടീസ് ബുക്ക്ലെറ്റ് എങ്കിലും വായിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം. എങ്ങനെയാണ് ശാസ്ത്രീയമായി റോഡ് അടക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. KSTP-ക്കാർക്ക് ദേശീയപാതയുടെ പ്രവൃത്തിയുടെ ഇരട്ടി തുകയാണ് നമ്മൾ വകയിരുത്തുന്നത്. എന്നിട്ട് ഒരു തരി ആത്മാർത്ഥത ഇവർക്കുണ്ടോ സാർ? ഏറ്റെടുത്ത റോഡിന്റെ പ്രവൃത്തികൾ മുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തവരെ എന്തിനാണ് സാർ നാം കുഞ്ചിക സ്ഥാനത്തിരുത്തുന്നത്? അതുകൊണ്ട് ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഗുരുതര വിഷയമാണ് സാർ. ഗതാഗതക്കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാകുന്നത് റോഡിന്റെ തകരാറ് കൊണ്ടാണ് സാർ. ഇത് കണ്ടുപിടിക്കാനായില്ലെങ്കിൽ ദിവസേന റോഡിൽ പൊളിയുന്ന മനുഷ്യ ജീവന്റെ എണ്ണം ഇനിയും കൂടും സാർ. സ്കൂൾ തുറന്ന കാലമാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി തിരിച്ചു വരുമെന്ന് ഉറപ്പ് നൽകാൻ സർക്കാരിന് കഴിയണം. പ്രായമായവർക്ക് മുതുവടിയാതെ പോകാൻ സാധിക്കണം. 5 മാസങ്ങൾക്ക് മുമ്പ് ഈ സാർ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇത് പറയുന്ന എല്ലാ എംഎൽഎമാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. കേരളത്തിലെ മുഴുവൻ റോഡിന്റെയും സ്ഥിതിഗതികൾ ഈ സാഹചര്യത്തിലാണ് സാർ. അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമല്ല. ഈ 140 എംഎൽഎമാരെയും ഒരുപോലെ ബാധിക്കുന്ന, കേരളത്തെ ഒരുപോലെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സുപ്രധാനമായ വിഷയമല്ലാതെ എന്താണ് സാർ സഭ നിർത്തിവെച്ച് നാം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടത്? അതുകൊണ്ട് ഈ ചർച്ച സഭ നിർത്തിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 16 മിനിറ്റും 22 സെക്കൻഡുമാണ്. അല്ലല്ല, ഞാൻ ചെയറിനോടാണ് പറയുന്നത്. 16 മിനിറ്റും 22 സെക്കൻഡുമാണ് അങ്ങ് ഉദാരമായി അനുവദിച്ചത്. ഒരു വിരോധവുമില്ല. അങ്ങ് മന്ത്രിമാരെ എല്ലാം കർശനമായിട്ട് നിയന്ത്രിക്കാറുണ്ട്. ഈ ഉദാരത മന്ത്രിമാരോട് കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റായി മനസ്സിലാക്കി. ഞാൻ പറഞ്ഞോളാം, ചെയർ പറഞ്ഞോളാം. അത് ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണ്. ഞാനിവിടെ ക്ലോക്കിൽ നോക്കില്ല. അദ്ദേഹം 10 മിനിറ്റ് എടുത്തുള്ളൂ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, യെസ് സർ. ഡിജിറ്റൽ ക്ലോക്കിലെ വോൾട്ടാണ് അത്. അങ്ങ് മിസ്ലീഡ് ചെയ്തതാണ്. പ്ലീസ്. യെസ് അങ്ങ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇരിക്കണം. യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെയും മറ്റു പല മണ്ഡലങ്ങളിലെയും റോഡിൻ്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പല MLA-മാരും ഇവിടെ വന്ന് ഒരു എഴുത്ത് എഴുതി തന്നിട്ടുണ്ട്, അവരുടേതായ എഴുത്ത്. കാരണം അദ്ദേഹം പറഞ്ഞ പല റോഡും ഈ MLA-മാരുടെ മണ്ഡലത്തിലാണ്. ആ റോഡൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അത് നല്ല നിലയിൽ പോകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഓരോ റോഡായിട്ട് പറയുന്നില്ല, അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2 സർ, വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഡിബേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതിയാണ് BMNBC. സർ, ചെലവ് കൂടുതലാണ്. സാധാരണ ഒരു ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ 1 കിലോമീറ്ററിന് 50 ലക്ഷം രൂപ അധികം ചിലവാണ്. പക്ഷേ ദീർഘകാലം ആ റോഡ് ഈട് നിൽക്കും. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു 29,522 കിലോമീറ്ററാണ്. ഇതിൽ 50% റോഡുകൾ BMNBC ആക്കി മാറ്റി തീർക്കുമെന്നാണ് 2021 പ്രകടന പത്രികയിലും LDF ചൂണ്ടിക്കാട്ടിയത്. 2016-2021 റോഡുകൾ BMNBC ആക്കി മാറ്റി തീർക്കുന്നതിന് മാതൃകാപരമായ ഇടപെടലാണ് അന്ന് സർക്കാർ നടത്തിയത്. ഇപ്പോൾ 50% കടന്ന് 16,882 കിലോമീറ്റർ റോഡ് BMNBC ആക്കി നമ്മുടെ സംസ്ഥാനത്ത് മാറ്റി തീർക്കാനായി എന്നുള്ളത് സഭയെ അറിയിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക MLA മാത്രം സൗകര്യം കിട്ടുന്ന കാര്യമല്ല. ഈ ബെഞ്ചിലിരിക്കുന്ന എല്ലാ MLA-മാരുടെയും മണ്ഡലത്തിൽ ഇതിൻ്റെ സൗകര്യം കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് റോഡുകൾ പരമാവധി BMNBC ആക്കണം. ഇപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ
സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ BMNBC റോഡായി മാറിയ മണ്ഡലമാണ് പെരിന്തൽമണ്ണ. അത് 50 അല്ല 60 അല്ല അതിലും കൂടുതലാണ് സർ. അദ്ദേഹം ഇവിടെ മണിചിത്രത്താഴിൻ്റെ കഥ പറഞ്ഞു, മണിചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിൻ്റെ കഥ പറഞ്ഞു സർ. ശോഭനയുടെ അത്യുജ്വല അഭിനയം ഗംഗയും നാഗവല്ലിയുമായി മാറുന്ന മണിചിത്രത്താഴ്. അതിൽ ഗംഗ ശോഭന വളരെ വിനയത്തോടെയുള്ള ശോഭനയാണ്. ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു ഗംഗ ശോഭനയാകുമെന്നാണ്. കാരണം തൻ്റെ മണ്ഡലത്തിൽ ഇത്രയധികം BMNBC റോഡും പദ്ധതികളും കിട്ടിയതിൽ ഒരു ഗംഗ ശോഭനയാകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഞാൻ ഞെട്ടിപ്പോയി സാർ, അദ്ദേഹം ഒരു നാഗവല്ലി ശോഭനയായി മാറി എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി സാർ. അതിൻ്റെ ഡീറ്റെയിൽഡ് കണക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനിയും നമുക്ക് റോഡുകൾ BMNBC ആക്കാം. പെരിന്തൽമണ്ണ മണ്ഡലത്തിലും അതിന് പ്രത്യേക പരിഗണന നൽകും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് സാർ. അതേ അവിടെ റോഡ് കട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു സാർ. ഞാൻ നോട്ടീസിലും ശ്രദ്ധിച്ചു, ഒരു ഏകോപനമില്ല സാർ. ഞങ്ങൾ മന്ത്രിമാർ തമ്മിൽ നല്ല ഏകോപനം, നല്ല നിലയിൽ അത് ശ്രമങ്ങൾ നടത്തുന്നു സാർ. ഇതിൻ്റെ ഭാഗമായി ഒരു ജിയോ ഈ പ്രശ്നം പരിഹരിക്കാൻ സഭയിലാകെ ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും വളരെ പോസിറ്റീവായി ഒരു ജിയോ ഇറക്കിയിരുന്നു സാർ. 2022-24 ഫെബ്രുവരിയാണ് ഈ ജിയോ ഇറക്കിയത്. അതിൽ 2 വകുപ്പുകളുടെയും അതുപോലെ നടത്താൻ പോകുന്ന പ്രവർത്തികൾ മുൻകൂട്ടി തന്നെ റോഡ് സർവീസസ് എന്ന വെബ് പോർട്ടൽ മുഖേന അറിയിപ്പ് നൽകണമെന്ന് തീരുമാനിച്ചു. ഈ അറിയിപ്പ് പരിഗണിച്ചുകൊണ്ട് ഇരു വിഭാഗവും പ്രവർത്തികൾ അതിനനുസൃതമായി ക്രമീകരണം നടത്തണം എന്ന് നിശ്ചയിച്ചു. കുറേയേറെ കാര്യങ്ങൾ അതുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെയുള്ള ചില പ്രശ്നങ്ങളും നമ്മൾ കൂട്ടായി ചർച്ച ചെയ്തു. MLA-മാരുൾപ്പെടെ ഇപ്പോൾ കുടിവെള്ള പ്രശ്നം വന്നാൽ ഏറ്റവും അധികം റോഡ് കീറാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നത് MLA-മാരാണ് സാർ. അത് നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. ജനങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടത്, അത് കുടിവെള്ളത്തിന് പൈപ്പിടാൻ ആകാശത്തു കൂടെ നമുക്ക് സാധിക്കില്ല സാർ, ഈ റോഡിലൂടെയേ പറ്റുകയുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മളതിന് അനുമതി കൊടുക്കുന്നു സാർ. അത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്തു. എല്ലാ MLA-മാരും, ഭരണകക്ഷി പ്രതിപക്ഷ MLA-മാർ, ഒരു പ്രധാന പ്രശ്നമാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ പറഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി കോർഡിനേഷൻ ഉണ്ടെന്ന്. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം റോഡ് നന്നായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ജൽജീവൻ മിഷൻകാർ വന്ന് റോഡ് കുഴിക്കുകയാണ്. CRF റോഡ് എടുത്തിട്ടുള്ള എൻ്റെ മണ്ഡലങ്ങളിലെ റോഡ് വരെ കുഴിക്കുകയാണ്. പക്ഷേ സമയബന്ധിതമായി ആ കോൺട്രാക്ടറെ കൊണ്ട് തിരിച്ച് പഴയ സ്ഥിതിയിലാക്കാനുള്ള നടപടിയില്ല. റോഡുകൾ അത് കാരണം വളരെ ശോചനീയമായ നിലയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ജൽജീവൻ മിഷൻ വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. ജൽജീവൻ മിഷന് വേണ്ടി റോഡിൻ്റെ സൈഡിൽ പൈപ്പിടാൻ വേണ്ടി കുഴിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കുമോ? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടാണ് 2023 ഫെബ്രുവരി മാസത്തിൽ താഴെ പറയുന്ന ചില മാറ്റങ്ങൾ കൂടി വരുത്തി ഗവൺമെൻറ് ഓർഡർ പുതുക്കി നൽകിയത്. പൊതുമരാമത്ത് വകുപ്പിന് മുന്നേ അപേക്ഷ നൽകിയിട്ടുള്ളതും തുക അടച്ചിട്ടുള്ളതുമായ പ്രവൃത്തികൾ PWD നേരിട്ട് തന്നെ റോഡ് റീസ്റ്റോറേഷൻ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. സാർ, നമ്മൾ ചർച്ച ചെയ്തു, ഇപ്പോൾ ജലജീവൻ മിഷൻ്റെ ഭാഗമായി മറ്റൊരു വകുപ്പ് ചെയ്യുമ്പോൾ റീസ്റ്റോറേഷൻ പ്രോപ്പറാകുന്നില്ല. ഇപ്പോൾ BMNBC റോഡാണെങ്കിൽ നമ്മൾ മുറിച്ച് റീസ്റ്റോർ ചെയ്താൽ BMNBC തന്നെ ആകണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് വലിയ അപകടം വരും. അപ്പോൾ റീസ്റ്റോറേഷൻ PWD തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പൊതുവേ നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് പൊതുവെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതിൽ PWD റോഡ് പ്രവർത്തികൾ തുടങ്ങുന്നതിന് മുമ്പായി റോഡ് കട്ടിംഗ് പ്രവർത്തികൾ ചെയ്യേണ്ടതാണ്. പ്രവർത്തികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് റോഡ് മുറിക്കാൻ അനുവദിക്കുകയില്ല എന്ന തീരുമാനവും കൈക്കൊണ്ടു. DLP നിലവിലുള്ള പൊതുമരാമത്ത് റോഡുകളിൽ റോഡ് മുറിക്കൽ ആവശ്യമുള്ളപ്പോൾ നിലവിലുള്ള DLP റോഡ് മുറിക്കേണ്ട വകുപ്പിന് കൈമാറപ്പെടുന്നതാണ് എന്നുള്ളതും നിശ്ചയിച്ചു. ജനങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ ചെറിയ കണക്ഷനുകൾക്ക് റോഡ് റീസ്റ്റോറേഷനിൽ ചില ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ഇൻ്റർലോക്ക്, കോൺക്രീറ്റ് ഇതൊക്കെ ചെയ്താൽ മതി. എല്ലാ പ്രവർത്തികളും ഇരു വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലും മേൽനോട്ടത്തിലും ഗുണമേന്മ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം. അതിനുവേണ്ടി ഒരു സമിതിയെ ഉണ്ടാക്കി, ജില്ലാതലത്തിലും ഉണ്ടാക്കി. ഞങ്ങൾ മന്ത്രിമാരും പരമാവധി അതിൽ ശ്രമിക്കുന്നുണ്ട് സാർ, കാര്യങ്ങൾ ചെയ്യാനും പരസ്പരം. ഈ നോട്ടീസ് പറഞ്ഞതുപോലെ ഒരു ഏകോപനമില്ലാത്തതിൻ്റെ പ്രശ്നം ഇല്ല, ഞങ്ങൾ പരമാവധി കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് സാർ. പിന്നെ ഒരു പ്രശ്നം, നമ്മൾ ഒരു സിസ്റ്റം മാറിയതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞില്ല. ഞാൻ പറയുമെന്ന് പ്രതീക്ഷിച്ചു, അദ്ദേഹം തന്നെ പലപ്പോഴും ശ്രദ്ധപ്പെടുത്തിയതാണ്. നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണ്? ഒരു പുതിയ റോഡ് നിർമ്മിച്ചാൽ പരിപാലന കാലാവധി എത്രയാണ്? നമുക്ക് ആർക്കും അറിയില്ല. എനിക്കറിയില്ലേ, ജനങ്ങൾക്കും പൊതുവെ അറിയില്ല, നമ്മൾ പലർക്കും അറിയില്ലേ. നിർമ്മാണം പ്രോപ്പർ അല്ലെങ്കിൽ ആ റോഡ് തകരാറാവും. എന്നാൽ ഒരു നിശ്ചിത കാലാവധി, പരിപാലന കാലാവധി, ഇപ്പോൾ BMNBC റോഡാണെങ്കിൽ 3 വർഷം, കെട്ടിടമാണെങ്കിൽ 5 വർഷം, പാലമാണെങ്കിൽ 5 വർഷം. ആർക്കറിയാമായിരുന്നു സാർ? നിർമ്മാണം പ്രോപ്പർ അല്ലാത്തതിൻ്റെ ഭാഗമായി ഈ പരിപാലന കാലാവധിക്കുള്ളിൽ റോഡ് പൊട്ടുമ്പോൾ നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. പഴയ സഭയിലെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചോദ്യമൊന്നും ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല.
എന്നാൽ ഇത് ജനങ്ങൾ അറിഞ്ഞാൽ, സുതാര്യമാക്കിയാൽ ഇതിന് പരിഹാരം കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായി DLP പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുന്ന പച്ച ബോർഡ് വെച്ചു. പിന്നെയുള്ളൊരു പ്രശ്നം, പരിപാലന കാലാവധി കഴിഞ്ഞാൽ ഈ റോഡ് എന്ത് ചെയ്യും? അതൊരു പ്രധാന പ്രശ്നമാണ്. പരിപാലന കാലാവധി കഴിഞ്ഞ് റോഡിന് കുഴപ്പം വന്നാൽ എന്താ ചെയ്യാറ്? ഒരു സെക്ഷൻ ഒരു 3 ലക്ഷം രൂപ കൊടുക്കും, ഒരു 100 ബാഗ് ഷെൽമാക്ക് അല്ലെ കോൾഡ് മിക്സ് കൊടുക്കും, 10 മുതൽ 15 ബാരൽ എമൽഷൻ നൽകും. ഇതുകൊണ്ട് എന്താവാനാണ്? ഒന്നും ആവില്ല. എന്ന് മാത്രമല്ല, മലയോര മേഖലയിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായാൽ ഈ പാവ ഉദ്യോഗസ്ഥർ പോയി ഒരാൾ സഹായിക്കാനുണ്ടാവില്ല, കയ്യിൽ നിന്നും പണം ചെലവഴിക്കും. പിന്നെ അതെങ്ങനെയാണ് ഈടാക്കുക എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. അത്തരമൊരു തെറ്റായ പ്രവണതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നൊരു നിലപാടായിരുന്നു. എന്നാൽ റണ്ണിംഗ് കോൺട്രാക്ട് വന്നപ്പോൾ ഈ പരിപാലന കാലാവധി കഴിഞ്ഞാൽ 1 വർഷത്തേക്കുള്ള റോഡ് ഒരു കരാറുകാരൻ ആൻസറബിൾ ആണ് സാർ. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ 83% റോഡുകൾക്കും ഇന്നൊരു കരാറുകാരൻ ആൻസറബിൾ ആണ്. ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിക്കേണ്ട. മണ്ണിടിച്ചിലുണ്ടായാൽ, മരം വീണാൽ കരാറുകാർ തന്നെ, റണ്ണിംഗ് കോൺട്രാക്ട് കരാറുകാർ തന്നെ ഇടപെടും. ഇതൊരു സിസ്റ്റം ചേഞ്ചാണ് സാർ. ഈ സിസ്റ്റം ചേഞ്ചിനെ ഇനി ഏതൊരു ശക്തി വിചാരിച്ചാലും മാറ്റാനാകില്ല എന്നുള്ളത് ഉറപ്പാണ് സാർ. ജനങ്ങൾ തന്നെ ഇതിൽ ഇടപെടും. ഈ നീല ബോർഡും പച്ച ബോർഡും ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് സാർ. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ് എന്നെഴുതി വെച്ചത്. അതുകൊണ്ട് ഇതൊരു സിസ്റ്റം ചേഞ്ചാണ് സാർ. അഴിമതി കുറക്കാനും ഇതിൽ ആൻസറബിളായ ആളുകൾ ഉണ്ടാകാനുമുള്ള കാരണമായി മാറി സാർ. അതുകൂടി ബഹുമാനപ്പെട്ട അംഗം പറയണം എന്ന് ഞാൻ പറയുമെന്ന് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള കണക്കുണ്ട്, ഞാനിപ്പോൾ അത് വായിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ ചില റോഡുകളുണ്ട് സാർ. ആ റോഡുകളൊന്ന് പെരുമ്പലാവ് നിലമ്പൂർ റോഡാണ് സാർ. ഒരു പ്രധാന പ്രശ്നമുള്ള റോഡാണ് സാർ. അതിലെന്താ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുക? തെറ്റായ നിലപാട് സ്വീകരിച്ച കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുക. തെറ്റായ നിലപാട് സ്വീകരിച്ച കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു. കോടതി ഇടപെട്ടു. അതല്ലേ ഒരു പ്രശ്നം? കോടതി ഇടപെട്ട ഒരു വിഷയമാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് ഞാൻ സഭയിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ പല റോഡുകളെക്കുറിച്ചും രേഖാമൂലം ഇപ്പോൾ പരാതി MLA മാർ എഴുതി തന്നിട്ടുണ്ട്. അതൊക്കെ തെറ്റായ കാര്യമാണ് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടി. സാർ, NH66 പ്രവൃത്തി, സാർ NH66 പ്രവൃത്തി എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം സാർ, ഒരു കാലത്ത് നിർത്തിവെച്ച പദ്ധതി യാഥാർത്ഥ്യം, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് LDF സർക്കാർ എടുത്ത സമീപനവും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭൂമി ഏറ്റെടുക്കലിനും പ്രവർത്തിക്കും വേണ്ടി ഒരു സർക്കാർ പണം ചെലവഴിച്ചത്. അതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നമുണ്ട്. നെഗറ്റീവ് സമീപനമാണോ സർക്കാർ സ്വീകരിച്ചത്? പോസിറ്റീവായ സമീപനമാണോ? ഇവിടെ വന്ന മുഴുവൻ സബ്മിഷനും എടുത്ത് 2 ദിവസം മുമ്പ് NHAയുടെ മീറ്റിംഗ് വിളിച്ച് ഓരോ സബ്മിഷൻ എടുത്ത് ചർച്ച ചെയ്തു. വടകര അംഗം ഉന്നയിച്ചൊരു വിഷയം സബ്മിഷനായി ഇന്നലെ വരണ്ടായിരുന്നു. പക്ഷേ അവർ നേരത്തെ ആ വിഷയം പറയാം, അത് ഉൾപ്പെടെ വെച്ച് എല്ലാ വിഷയവും ചർച്ച ചെയ്തു. മെറിറ്റ് അടിസ്ഥാനത്തിൽ ഓരോ കാര്യം ചർച്ച ചെയ്തു. ചിലയിടങ്ങളിൽ നോഡൽ ഓഫീസർമാരെ തീരുമാനിച്ചു. അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ NH66 കാര്യത്തിലും അത്തരം നിലപാടാണ് സാർ സ്വീകരിച്ചത്. സാർ, റോഡ് അപകടം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചില ഭാഷകൾ ഉപയോഗിച്ചു. ഞാൻ അതിലൊന്നും കുറ്റം പറയില്ല. അതൊക്കെ ജനം പൊതുവെ വിലയിരുത്തുന്ന കാര്യമാണ്. സാർ, ഇന്ന് ബഷീറിൻ്റെ ചരമദിനമാണ്. ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ ആത്മസുഖം, വലിയ ആനന്ദം ലോകത്ത് വേറെയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഓർമ്മപ്പെടുത്തി സാർ. സാർ, ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമാണ് സാർ. കുറച്ചു കാലമായി PWD വകുപ്പ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചൊറിച്ചിൽ നമുക്ക് മനസ്സിലാക്കാം സാർ. അതിന് മാന്തിക്കോ സാർ, മാന്തുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ മാന്തുമ്പോൾ മുറിവേൽക്കുന്നത് സ്വന്തം ശരീരത്തിലാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക സാർ. സാർ, റോഡ് അപകടങ്ങൾ ഒന്നുമില്ലാതിരിക്കണം. ഒരു റോഡ് അപകടവും ഇല്ലാതെ നമ്മുടെ നാട് മാറേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ നാട്ടിലെ കുഴിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് വിലയിരുത്താവുന്ന പ്രശ്നമാണ്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് കിടക്കാം. സാർ, ഇതിൽ നമ്മൾ പോസിറ്റീവായി കാര്യങ്ങൾ സമീപിക്കണം സാർ. സാർ, സിസ്റ്റം ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് CMT 140 മണ്ഡലങ്ങളിലും മാസത്തിൽ ഉദ്യോഗസ്ഥർ MLA മാർക്ക് വേണ്ടി യോഗം നടത്തുന്നു. MLA മാരും പങ്കെടുക്കും സാർ. അതിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു സാർ. ബഹുമാനപ്പെട്ട അംഗം പെരിന്തൽമണ്ണയിലെ CMT അതിൻ്റെ യോഗത്തെക്കുറിച്ചും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. CMT പോലുള്ള സിസ്റ്റം ചേഞ്ച് നമുക്ക് ഗുണം ചെയ്തു സാർ. എന്നാൽ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സാർ, പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ റോഡിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സാർ. റോഡിൻ്റെ ക്വാളിറ്റി സാർ, റോഡിൻ്റെ പറയട്ടെ, അദ്ദേഹം പറഞ്ഞോട്ടെ, നിങ്ങൾ തന്നെ ബഹളം ഉണ്ടാക്കിയാലോ സാർ. റോഡിൻ്റെ ക്വാളിറ്റിയാണ് സാർ. സാർ, ഈ പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ, ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ, ചിലത് വൈദ്യുതി ലൈനിന് കയറുന്നുണ്ട് സാർ, ചിലത് ട്രാഫിക് ലൈനിന് കയറുന്നുണ്ട്, സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ,
ചിലത് പല കാര്യങ്ങൾക്ക് കയറുന്നുണ്ട് സാർ, ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ. ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട്. ആ കുഴിയായി മാറുന്ന റോഡുകൾ, കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം സാർ. അതിന് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്തു? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ KHRA വെച്ച് ചെയ്ത കാര്യങ്ങളുണ്ട് സാർ, നമ്മൾ ചർച്ച ചെയ്യണ്ടേ? പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി 2015 ക്വാളിറ്റി മാനുവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ 1ാം ഘട്ട ഗുണനിലവാര പരിശോധനകൾ പ്രവൃത്തി നടക്കുന്ന സമയത്ത് അതാത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ മേൽ നോട്ടത്തിൽ കരാറുകാരും 2ാം ഘട്ട ഗുണനിലവാര പരിശോധന നടത്തുന്നത് വകുപ്പിന്റെ കീഴിലുള്ള ക്വാളിറ്റി കൺട്രോൾ വിഭാഗമാണ്. സാർ, ഇതിന്റെ ഭാഗമായി പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായും പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കന്മാരുമായും എല്ലാ അംഗങ്ങളുമായും ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആ വിഷയം എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് എന്നുള്ളത് ഞാൻ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ഇവിടെ അദ്ദേഹം കരാറുകാരുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സാർ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതിൽ അദ്ദേഹത്തിൻ്റെന്നല്ല പൊതുവേ ഉള്ള ഒരു മാനസിക അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. അതിൽ ഞാൻ കുറ്റം പറയില്ല സാർ. ഇവിടെ ഒരു സംശയമില്ല, ഇന്ന് കേരളം UDF ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ കേരളവും ബീഹാറും തമ്മിൽ 2020 ക്രിക്കറ്റ് ഫൈനൽ പോലെ ഒരു മത്സരം ഉണ്ടാകുമായിരുന്നു സാർ. ഏറ്റവും അധികം പാലം തകർന്നത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതായിരിക്കും ആ മത്സരം. അതില്ലാതെ പോകുന്നത് കരാറുകാരെ അവരുടെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ കർക്കശ നിലപാട് സർക്കാർ സ്വീകരിച്ചു വരുന്നു എന്നുള്ള നിലപാടാണ്. ആ നിലപാട് തുടരുന്നു സാർ. സുതാര്യത ഉറപ്പുവരുത്താൻ, ഇന്ന് DLP പരസ്യപ്പെടുത്താൻ, ഇന്ന് റണ്ണിംഗ് കോൺട്രാക്ട് പരസ്യപ്പെടുത്താൻ LDF സർക്കാരിനല്ലാതെ ഏത് സർക്കാരിന് സാധിക്കും സാർ? ഇത് സുതാര്യത ഉറപ്പുവരുത്താൻ. ആ നിലയിൽ മുന്നോട്ട് പോകാം. എന്തായാലും സാർ, പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും വന്നു. ആ മെറിറ്റിൽ തന്നെ ഞാൻ എടുക്കുകയാണ്. പോട്ട് ഫ്രീ റോഡുകൾ എന്നതാണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ലക്ഷ്യം. അതിന് ശാസ്ത്രീയ രീതികൾ അവലംബിക്കാം. ഈ സഭയുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും നമുക്ക് DLP, റണ്ണിംഗ് കോൺട്രാക്ട് പോലുള്ള പ്രവർത്തികൾ സഭാംഗങ്ങളെ കൂടി അറിയിച്ച് MLA മാർ കൂടി മോണിറ്റർ ചെയ്യാനുള്ള അവസരം കൂടുതൽ നമുക്കുണ്ടാക്കാം. റോഡ് എന്നത് എല്ലാവർക്കും ദൈനംദിന കാര്യമായി ഉപയോഗിക്കേണ്ടതാണ് സാർ. അതിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ എല്ലാ നിലയിലും ഒരു കുഴി പോലും ഇല്ലാത്ത റോഡുകളുള്ള കേരളം എന്ന നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം. ഇതിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നറിയിക്കുക. താങ്ക് യു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണം ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രീ നജീബ് കാന്തപുരയോട് അവതരിപ്പിച്ച നോട്ടീസിന് മറുപടി നൽകിയത് യാഥാർത്ഥ്യവുമായി നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത്. സർ, സമീപകാല ചരിത്രത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ മോശമായി കിടക്കുന്ന ഒരവസ്ഥയാണിത്. അതാണ് യാഥാർത്ഥ്യം. നമ്മളെല്ലാം നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളുകൾ. കേരളത്തിൽ ഏറ്റവും മോശമായ റോഡുകൾ സമീപകാല ചരിത്രത്തിൽ ഉണ്ടായ ഒരു സമയമാണിത്. സർ, നൂറുകണക്കിന് റോഡുകളാണ്. ഓരോ ജില്ലയിലെയും ലിസ്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയിലെയും പ്രധാനപ്പെട്ട തകർന്നു കിടക്കുന്ന റോഡുകളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സാർ, ഇതെന്താണ്? തുടങ്ങുന്ന വർക്ക് സമയബന്ധിതമായി തീരുന്നില്ല. കരാറുകാർക്ക് വൻ കുടിശ്ശികയാണ്. സാർ, പല കരാറുകാരും ഒന്നിലധികം വർക്കെടുത്ത ആളുകൾ ഏതെങ്കിലും ഒരു വർക്ക് മാത്രം ചെയ്ത് നിൽക്കുകയാണ്, മറ്റേ വർക്ക് എടുക്കുന്നില്ല. കാരണം അവർക്ക് കോടികൾ പലതരത്തിൽ നിന്നും, LSTDയിൽ നിന്ന്, PWDയിൽ നിന്ന്, കിഫ്ബിയിൽ നിന്ന് കോടികളാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. സാർ, ഈ കരാറുകാർ ഇത്രമാത്രം വലിയൊരു അരിയേസ് വന്നൊരു കാലം, കുടിശ്ശിക വന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. സാർ, അവരിൽ പലരും വലിയ തുക ലോൺ എടുത്തും പലിശക്കെടുത്തുമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. സാർ, അതുകൊണ്ട് പല വർക്കും തുടങ്ങാൻ പോലും, ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ വർക്ക് അവാർഡ് ചെയ്ത വർക്ക് പോലും തുടങ്ങാൻ പറ്റാതെ കിടക്കുന്ന നിരവധി വർക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുക. നമ്മൾ എല്ലാ ദിവസവും MLA ഫണ്ട് പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പല സ്ഥലത്തും ഉണ്ട്. അതല്ലേ യാഥാർത്ഥ്യം? നമ്മൾ എത്ര പണ്ട് കരാറുകാരെ വിളിക്കേണ്ട ആവശ്യം വരാറുണ്ടോ? നമ്മൾ കരാറുകാരെ MLA മാർ വിളിക്കേണ്ട ആവശ്യം വരാറുണ്ടോ? ഇപ്പോൾ കരാറുകാരെ MLA മാർ നിർബന്ധിക്കുകയാണ്. ഞാനടക്കമുള്ള ആളുകൾ നമ്മളെല്ലാം നിർബന്ധിക്കുകയാണ്, വന്ന് ഈ വർക്ക് തുടങ്ങണമെന്ന് പറയുകയാണ്. അപ്പോൾ അവരവരുടെ നിസ്സഹായാവസ്ഥ പറയുകയാണ്. പണമില്ല എന്ന് പറയാണ്. കൊടുക്കാൻ പണമില്ല, തുടങ്ങാൻ പറ്റില്ല. വർക്ക് തുടങ്ങാൻ അവരുടെ കയ്യിൽ പണമില്ലാത്ത ഭീകരമായ ഒരവസ്ഥയുണ്ട്. ഇത് തന്നെ പല വർക്കുകളും അവാർഡ് ചെയ്തിട്ട് തുടങ്ങാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. സാർ, അത് PWDയിലെ വർക്കുകളുണ്ട്,
LSD നിങ്ങൾക്കറിയാലോ, ഗ്രാമീണ വഴികളെക്കുറിച്ച് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു, ഗ്രാമീണ വഴികൾ ഗംഭീര. സത്യത്തിൽ കഴിഞ്ഞ 2 വർഷത്തെയും നമ്മുടെ ലോക്കൽ ബോഡിക്ക് കൊടുത്ത ഫണ്ടിൻ്റെ തുക ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ലോക്കൽ ബോഡിക്കൊക്കെ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം 1/3 ആണ് അവർക്ക് കിട്ടിയത്. അവർക്ക് കൊടുക്കേണ്ട തുകയുടെ 1/3 സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റും 3rd ഇൻസ്റ്റാൾമെൻറ്റും അവർക്ക് കൊടുത്തില്ല. അപ്പോൾ ഗ്രാമീണ റോഡുകൾ കഴിഞ്ഞ 2-3 വർഷക്കാലമായി പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുക. വഴിയിൽ പഞ്ചായത്ത് മെമ്പർമാരെ ആളുകൾ തടുത്തു നിർത്തുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ 30,000-ഓളം കിലോമീറ്റർ വരുന്ന PWD റോഡിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെയാണ്. സർ, ഈ NH-66 കാര്യം പറഞ്ഞു. NH-66 ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി മീറ്റിംഗ് വിളിച്ച കാര്യം പറഞ്ഞു. പക്ഷേ എന്തൊരു അവസ്ഥയാണ്! ഹൈക്കോടതി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് അത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു വർക്ക് നടക്കുമ്പോൾ യാത്ര തുടരാൻ പറ്റാവുന്ന സമാന്തരമായ സംവിധാനം ഉണ്ടാക്കേണ്ട ചുമതല സർക്കാരിനുണ്ട് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. നിങ്ങളൊന്ന് അരൂരിൽ നിന്ന് ഒന്ന് ചേർത്തല വരെ വരാൻ എത്ര മണിക്കൂർ എടുക്കും? അരൂരിൽ നിന്ന് ചേർത്തല വരെ, അരൂരിൽ നിന്ന് തുറവൂർ വരെയുള്ള ഭാഗത്തെ സ്ഥിതി എന്താണ്? 100,000-1000-കണക്കിന് ആളുകൾ വഴി കിടക്കുകയല്ലേ. ഒരു സംവിധാനവും, ഒരു പകരം സംവിധാനവും ഒന്നും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് NH-66 പൂർത്തിയാക്കുമ്പോൾ നന്നാവും, ഗംഭീരമാണ്. NH-66 പൂർത്തിയാകുന്നത് വരെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇത് മുഴുവൻ അനുഭവിക്കണോ? ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ റോഡ് നിർമ്മാണം നടക്കുമോ? ലോകത്തെവിടെ നടക്കട്ടെ, ആ വർക്ക് നടക്കട്ടെ, ഞങ്ങളെല്ലാം സഹകരിച്ചില്ല അതുമായിട്ട്. സാറ പറഞ്ഞത് വളരെ ശരിയാണ്, അതിനോട് യോജിക്കുന്നു. NH-66 പ്രവൃത്തി പൂർത്തീകരിക്കൽ നമ്മുടെ സ്വപ്ന സാഫല്യമാണ്. എന്നാൽ അതുവരെയും ഒരു പ്രവൃത്തിയിലും ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവരുത്, അത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി ചില തീരുമാനങ്ങൾ നേരത്തെയും കൈക്കൊണ്ടിരുന്നു, ഇപ്പോൾ വീണ്ടും പറഞ്ഞിരുന്നു. ഡൈവേർഷൻ റോഡുകൾ ശ്രദ്ധിക്കണം. പല ഡൈവേർഷൻ റോഡുകളും വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല. അപ്പോൾ അതിന് തകരാറുകൾ വരുമ്പോൾ അതുൾപ്പെടെ NHA കരാറുകാർ ശ്രദ്ധിക്കണം. ഡൈവേർഷൻ ബോർഡുകൾ വെക്കണം സാർ. ഈ മഴക്കാലത്തൊക്കെ ആളുകൾ പോകുമ്പോൾ പെട്ടെന്നാണ് വഴി തിരിച്ചു വിടുന്നത്, അതിന് പ്രത്യേക സൈൻ ബോർഡുകൾ വെക്കണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയുള്ള ഈ പറഞ്ഞതുപോലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നേരത്തെയും നൽകി, ഇപ്പോൾ പരിശോധിച്ച് അതിന് നോഡൽ ഓഫീസറെ വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുക. സാറേ, വളരെ ജാഗ്രതയോടുകൂടിയ ഇടപെടൽ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇല്ലെങ്കിൽ അവർ തോന്നിയതുപോലെയാണ് ആ വർക്ക് നടത്തുന്നത്, തോന്നിയതുപോലെ. ആരും എന്തിനും ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ലേ? ഞാനത് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോലും, എറണാകുളം ജില്ല വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പോലും ഗൗരവത്തോടുകൂടി പറഞ്ഞ കാര്യം, ഇടപെട്ട കാര്യം നല്ലത്. നിരന്തരമായ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തിരുവനന്തപുരത്തുനിന്നൊരു കാർ എറണാകുളത്തെത്താൻ 7 മണിക്കൂർ 8 മണിക്കൂർ എടുക്കുകയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഹൈവേ തീരുന്നത് വരെ അങ്ങനെ പോയാൽ മതിയോ? രോഗികളെ കൊണ്ട് ആംബുലൻസ് പോകുന്നില്ലേ? സുഖമില്ലാത്തവർ ആശുപത്രിയിൽ പോകുന്നില്ലേ? കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലേ? ആളുകൾ ജോലിക്ക് പോകുന്നില്ലേ? ഹൈവേ തീർന്നിട്ട് യാത്ര ചെയ്താൽ മതിയോ കേരളത്തിൽ? അപ്പോൾ അതിന് ബദൽ സംവിധാനം സംസ്ഥാന സർക്കാർ ഇടപെടണം. ഇത്രയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൂടി, എല്ലാവരെയും ബാധിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് നോട്ടീസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട മന്ത്രി അത് വ്യക്തിപരമായി എടുത്ത് അത് പെരിന്തൽമണ്ണ MLA കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടേതായ രീതിയിൽ അവതരിപ്പിക്കും, ഓരോരുത്തരുടെ രീതിയിൽ. ചിലർ അഗ്രസീവായി അവതരിപ്പിക്കും, ചിലർ പതിയെ അവതരിപ്പിക്കും. അത് ഓരോ രീതിയാണ്. അങ്ങയുടെ രീതി വളരെ വ്യത്യസ്തമാണല്ലോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അല്ല, എൻ്റെ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഓരോരുത്തരുടെ രീതിയാണ്. അതൊന്നും മന്ത്രിമാർ വ്യക്തിപരമായി എടുക്കരുത്. നിങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് കൂടി നിങ്ങൾ ഇതിനെടുക്കണം. അങ്ങൊരു പുതുമുഖമായതുകൊണ്ട് കൂടിയാണ് നിയമസഭ, അങ്ങ് മന്ത്രിയാണ്. അങ്ങ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് പറയാനുള്ള ഒരു അവസരം കൂടിയായി ഇത്തരം ഒരു ഞാൻ തീർത്തോട്ടെ അത്തരം അവസരങ്ങൾ എടുക്കണമെന്നാണ് എല്ലാ മന്ത്രിമാരോടും എൻ്റെ അഭ്യർത്ഥന. അല്ലാതെ ഞങ്ങളിത് കൊണ്ടുവന്നത് നിങ്ങളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ചില വിഷയങ്ങൾ വളരെ ശരിയാണ് സാർ, ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇന്ന് സഭയിൽ ലീവ് പറഞ്ഞ് എൻ്റെ മണ്ഡലത്തിലും കൂടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആ ചരമദിനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു, രാത്രി ട്രെയിൻ. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത്. സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളൊരു അവസരം, ഇത്രയും കാലം എല്ലാവരും ടീമായി നിന്ന് ചെയ്ത കാര്യം പറയാനുള്ളൊരു അവസരം കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി ആ ട്രെയിൻ യാത്ര ഒഴിവാക്കിയിട്ടാണ് സഭയിൽ നിന്നത്. ആ അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്.
പിന്നെ സാർ ഒക്കെ ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ അങ്ങോട്ടും പറയുക. ഇങ്ങോട്ട് നല്ല നിലയിലാണെങ്കിൽ അങ്ങോട്ടും നല്ല നിലയിലായിരിക്കും. ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് ആണ് സാർ. സാർ അങ്ങനെ പറയുന്നവർ ആകെ കുഴപ്പമാണെന്ന് കരുതരുത് സാർ. മനസ്സിലുള്ളത് തുറന്നു പറയുന്ന രീതിയാണ് ഞങ്ങളുടെ രീതി. ആ രീതി ഞങ്ങൾ തുടരും സാർ. അതിൽ വേറെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അകൽച്ചയും ഒരു സംഗതി അതിനകത്തില്ല. അല്ലല്ല, ബഹുമാനപ്പെട്ട അംഗം രാജീവ് കാന്തപുരം അവതരിപ്പിച്ചപ്പോ ആ വിഷയം അവതരിപ്പിച്ചതിന്റെ അപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ല, ഒരു വഴിവിട്ടും പോയിട്ടില്ല. ഒരു വാക്കുകളിൽ പോലും അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, ആ വാക്കുകളിൽ പോലും വേണ്ടാത്ത ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് വ്യക്തിപരമായി എടുക്കരുത്, വ്യക്തിപരമായി എടുക്കാൻ പാടില്ല. പിന്നെ സാർ ഇവിടെ കോർഡിനേഷനെ കുറിച്ച് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുക. അങ്ങനെ ഇവിടെ കോർഡിനേഷനെ കുറിച്ച് പറഞ്ഞു. ശാന്തകുമാരി അവിടെ ഇരിക്ക്, വെറുതെ ബഹളം. അവിടെ ഇരിക്ക്, അതങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ, അവിടെ ഇരിക്ക്. സാർ, ഈ കോർഡിനേഷൻ യഥാർത്ഥത്തിൽ ഈ കോർഡിനേഷൻ സംസ്ഥാനത്തില്ല. നിങ്ങൾ മന്ത്രിമാർ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളും നല്ല ആളുകളും പരിചയക്കാരും ഒക്കെയാണ്. നിങ്ങൾ പക്ഷേ നിങ്ങളുടെ കോർഡിനേഷൻ താഴെ തട്ടിൽ ആ കോർഡിനേഷൻ ഉണ്ടോ? PWD, ജലവിഭവ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വൈദ്യുതി ബോർഡ്, ഇത്തരം സ്ഥാപനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കോർഡിനേഷൻ നടത്തിയാൽ മാത്രമേ ഒരു റോഡ് നമ്മുടെ നാട്ടിൽ പണിയാൻ പറ്റുള്ളൂ. ആ മീറ്റിങ്ങുകൾ കൃത്യമായി നടത്തുന്നില്ല. ഇത് റോഡ് പണിത് പിറ്റേ ദിവസമാണ് ആ പൈപ്പ് ഇടാൻ വരുന്നത്. റോഡ് പണിയുന്നതിന് മുൻപ് ഈ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ പണിയാൻ പോകുന്ന റോഡിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ കൂടെ സമയം കൊടുത്ത് ആ പ്രോജക്റ്റ് കൂടി കംപ്ലീറ്റ് ചെയ്താണോ റോഡ് പണിയുന്നത്? ഇപ്പോൾ ഞാൻ എത്ര സ്ഥലത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. നിങ്ങൾ റോഡ് പണി പൂർത്തിയാക്കി ഒരു മാസത്തിനുള്ളിൽ കുത്തിപ്പൊളിക്കുന്ന എത്രയോ സ്ഥലങ്ങൾ കോർഡിനേഷൻ ഇല്ലാത്ത കൊണ്ടാണ്. ആലുവ, ഞാൻ ഉദാഹരണം പറയാണ്, ആലുവ പെരുമ്പാവൂർ റോഡ് ജലജീവൻ മിഷന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി ചെയ്താണ്. 8 മാസമായി റോഡ് കേടായി കിടക്കുകയാണ്. 8 മാസം. അപ്പോൾ PWDക്ക് എതിരായിട്ട് വലിയ വാർത്തകളാണ് എല്ലാ ദിവസവും പത്രത്തിൽ. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഒരു ബുദ്ധി കാണിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചു, ഈ റോഡ് ഞങ്ങളുടേതല്ല, ഇത് വാട്ടർ അതോറിറ്റിയുടെ കയ്യിലാണ്. എൻ്റെ കയ്യിലുണ്ട്, മലയാള മനോരമയിൽ വന്ന ആ ബോർഡിൻ്റെ പടമുണ്ട്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പ്രവർത്തിക്കുന്ന ഈ റോഡ് കേരള വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുന്നു, ഇത് ഞങ്ങളുടേതല്ല ഈ റോഡ്. മരാമത്ത് വകുപ്പ് ഒപ്പ്. എന്നുവെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. റോഡ് മോശമായി കിടക്കുന്നതിൻ്റെ ആക്ഷേപം കേൾക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറല്ലാത്തതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ട് ബോർഡ് വെച്ചിരിക്കുക, ഇത് ഞങ്ങളുടെ അല്ല, ഈ റോഡ് വാട്ടർ അതോറിറ്റിയുടെയാണ് എന്ന് റോഡ് വെക്കേണ്ട. അതാണ് കോർഡിനേഷൻ. സംസ്ഥാനത്ത് കോർഡിനേഷൻ നടക്കുന്നത്. സാർ, അതുപോലെ ഇവിടെ BMBCയുടെ കാര്യം പറഞ്ഞു, ഞങ്ങൾ 50% തീർത്തു എന്ന് പറഞ്ഞു. അതിപ്പോൾ തുടങ്ങിയൊന്നും അല്ല സാർ BMBC. നിങ്ങളങ്ങനെ അല്ല, നിങ്ങൾ തെറ്റിദ്ധാരണ വേണ്ട. 2016 നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ 80% റോഡുകളും BMBC പൂർത്തിയാക്കിയത്. നേരത്തെ ഉണ്ട് 80% റോഡുകൾ, ഇപ്പം 20 കൂടി പൂർത്തിയാക്കി. ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം അല്ല, ഞാൻ പറഞ്ഞതാണ്, അതിപ്പോൾ ചെയ്തതല്ല, അത് നേരത്തെ ചെയ്തതാണ്. നേരത്തെ ചെയ്തു തുടങ്ങിയ എപ്പോഴും എല്ലാ കാലത്തും അപ്ഗ്രേഡ് ചെയ്യണം, റോഡ് അപ്ഗ്രേഡ് ചെയ്യണം. ആ റോഡ് അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായി കുറേ നാളുകളായി BMBC ചെയ്യുക. പക്ഷേ ഇപ്പോഴുള്ള പ്രോബ്ലം എന്താ സാർ? കഴിഞ്ഞ കുറേ വർഷങ്ങൾ സംഭവിച്ചത് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം പ്ലീസ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ സംഭവിച്ചതെന്താ? കിഫ്ബിയിലേക്ക് കോൺസെൻട്രേഷൻ പോയി. PWDയിലേക്കുള്ള അലോട്ട്മെൻറ്റ് കുറഞ്ഞു. PWDയിൽ കിട്ടുന്ന അലോട്ട്മെൻറ്റിലുള്ള പ്രശ്നം BMBC ആയി മാറിയപ്പോൾ വളരെ ചുരുങ്ങിയ കിലോമീറ്റർ റോഡ് മാത്രമേ PWDക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വളരെ കാരണം BMBCക്ക് തുക കൂടുതലാണ്. സാധാരണ റോഡുകൾ ടാർ ചെയ്യുന്നതിന് PWDക്ക് താല്പര്യമില്ല. എന്നാൽ സ്വാഭാവികമായിട്ടും എല്ലാം BMBC ആക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം. പക്ഷേ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള റോഡുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് വെച്ച് BMBC ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ബാക്കി റോഡുകൾ വഴിയിൽ കിടക്കുകയാണ്. അല്ലല്ല, ആ സമയമൊന്നും ആയില്ല. അങ്ങനെ 4 മിനിറ്റ് പിന്നീട് ഡിജിറ്റൽ സ്ക്രീനിൽ വന്നതാണ്. നിങ്ങളിപ്പോൾ 13 മിനിറ്റ് കഴിഞ്ഞു. പ്ലീസ്. ആര്? ഞാനാ? നിങ്ങൾ ഈൽഡ് ചെയ്ത 13 മിനിറ്റ് ആയില്ല. ഞാനൊരു മന്ത്രിമാരെ ഈൽഡ് ചെയ്തല്ലേ സാർ. അതുപോലെ കുഴി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു ആധുനികമായ ശാസ്ത്രീയമായ ഒരു സംവിധാനമില്ല സാർ. പഴയ കാലം ഞങ്ങൾ 8 കൊല്ലം മുമ്പല്ലേ ഭരിച്ചത്. 8 കൊല്ലം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഈ ലോകത്ത് റോഡ് പണിയുടെ കാര്യത്തിലുണ്ടായി.
ശാസ്ത്രീയമായ എന്തെല്ലാം മാർഗങ്ങളിലോ ഈ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ കുഴിയടയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടായി. അപ്പം ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്തെ കുഴിയടയ്ക്കുന്ന രീതി തന്നെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 8 കൊല്ലമായിട്ടൊരു മാറ്റമില്ല എന്നല്ല എൻ്റെ അർത്ഥം. സാർ, അതുപോലെ റോഡ് അപകടങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയാണ്. അത് റോഡുകളിലെ കുഴി കൂടി ഒരു കാരണമാണ്. റോഡുകളിലെ കുഴി കൂടി കാരണമാണ്. സർ, നിങ്ങളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റിൻ്റെ ലിസ്റ്റ് 2021 ജൂൺ മുതൽ 2023 ഡിസംബർ വരെ 1,10,714 റോഡ് അപകടങ്ങളാണ്. മരിച്ചത് 10,000 പേരാണ്. പ്ലീസ് ഒന്ന് 10,000 പേരാണ്. 10,000 പേരാണ് ആ റോഡ് അപകടങ്ങളിൽ ഈ ചുരുങ്ങിയ കാലങ്ങളിൽ മരിച്ചത്. സർ, ഇതൊക്കെ എന്താ സർ ഇതൊക്കെ ബഹളം ഉണ്ടാക്കുന്നത്? ഇത് എന്താണിത്? ഇതാര് പറഞ്ഞിട്ടാണ്? സാർ, അതുപോലെ 1,00,000-ൽ അധികം ആളുകൾക്ക് പരിക്കേറ്റും കിടക്കുകയാണ്. അപ്പം നമ്മളിത് ഏറ്റവും റോഡ് എല്ലാം നന്നായാൽ അപകടമൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസക്കാരല്ല ഞാൻ. പക്ഷെ കുഴികളിൽ വീണ് വ്യാപകമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മോശമായ റോഡുകൾ സംസ്ഥാനത്ത് ഉടനീളമുണ്ട്. സാർ, ഇത് തീർക്കാൻ വേണ്ടിയിട്ട് സമയബന്ധിതമായി വർക്കുകൾ തീർക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു. കരാറുകാരുടെ കുടിശ്ശിക കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വലിയ അലംഭാവം. ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അല്ല, പൈസ കിട്ടാത്തതുകൊണ്ടാണ്, ധനകാര്യ വകുപ്പിൽ നിന്ന് അലംഭാവം, വലിയ തോതിൽ കുടിശ്ശിക. അതുകൊണ്ട് റോഡ് വർക്കുകൾ ആളുകൾ ഏറ്റെടുക്കുന്നില്ല, പലതിനും ടെൻഡർ എടുക്കുന്നില്ല, നിൽക്കുകയാണ്. അപ്പം ഈ വർഷം വയ്ക്കുന്ന വർക്ക് ഈ വർഷവും തീരില്ല, അടുത്ത വർഷവും തീരില്ല, അതിനടുത്ത വർഷവും തീരാത്ത രീതിയിലേക്ക് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. പിന്നെ ഓരോ നിയോജക മണ്ഡലത്തിലേക്കും പണം കൊടുക്കുന്നത്. സാർ, അതിപ്പോൾ ഔദാര്യമൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ ആളുകൾ നികുതി അടയ്ക്കണല്ലേ? ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിലെ ആളുകൾ നികുതി അടയ്ക്കണ്ടല്ലോ, അതിൻ്റെ കൂടി പ്രൊപ്പോഷണൽ ആയിട്ടല്ലേ തരുന്നത്. അതുകൊണ്ട് സാർ, സംസ്ഥാനത്തെ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. സമയബന്ധിതമായി ഏകോപനമില്ലാതെ, കരാറുകാർക്ക് പണം കൊടുക്കാതെ, കൃത്യനിഷ്ഠയില്ലാതെ ഈ കാര്യങ്ങൾ നടക്കുന്നതിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുകയും സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഗുരുതരമായ സാഹചര്യം ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിലും പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. അടിയന്തര പ്രമേയം വന്നാൽ സർ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തില്ലെങ്കിലും അത് ഗൗരവത്തിലെടുത്താൽ അതിൻ്റെ പ്രയോജനം ബഹുമാനപ്പെട്ട മന്ത്രിക്കും അതുപോലെ തന്നെ PWD വകുപ്പിനും കൂടിയായിരുന്നു. സർ, ഇന്നത്തെ സ്ഥിതിയിൽ കേരളത്തിലെ റോഡുകളെക്കുറിച്ച് ഈ തരത്തിലുള്ള ഒരു പ്രശ്നം സഭയിൽ ആരും ഉന്നയിക്കില്ല എന്ന് കരുതാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട മന്ത്രി പ്രസംഗിച്ചപ്പോൾ റോഡുകളുടെ മനോഹാരിതയെക്കുറിച്ച് വളരെ വാചാലമായി വർണ്ണിച്ചു. സാർ, എനിക്ക് തോന്നി നമ്മളിനി ശരിക്കുള്ള റോഡിന് അല്ലേ പോടുന്നതാണ്. ആ റോഡ് ഏതാണെന്ന് പറഞ്ഞു തന്നാൽ ഇനി പോലും അതിൽ പോകായിരുന്നു. കാരണം അങ്ങനെ പറയാൻ പറ്റുമോ? ഇന്നത്തെ സ്ഥിതിയിൽ ഒരു പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ എന്ത് കാരണം കൊണ്ടാന്ന് അറിയില്ല, വേണ്ടത്ര ഫണ്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കാം, അല്ല എങ്കിൽ മറ്റു കാരണങ്ങളായിരിക്കാം, റോഡുകളുടെ സ്ഥിതി വളരെ ശോചനീയമായ അവസ്ഥയിലല്ലേ. വളരെ ബുദ്ധിമുട്ടി ആളുകൾ. ഇപ്പോൾ അങ്ങ് ബോർഡുകളൊക്കെ സ്ഥാപിച്ച കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ആക്സിഡൻ്റലായിട്ട് TV നോക്കിയപ്പോൾ ഒരാളുണ്ട്, തമാശയാണ്, ഒരാളുണ്ട് ചൂണ്ടയിട്ട് വലയിട്ട് ഇവിടെ എന്നിട്ട് പറയുകയാണ്, ഇതിലെ വണ്ടി ഓടിക്കരുത്, ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി വല ഇട്ടിരിക്കുകയാണ് റോട്ടുമിൽ, ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത്. സർ, ഇതിപ്പോൾ നിത്യക്കാഴ്ചയല്ലേ നമ്മുടെ ചാനലുകളിലൊക്കെ. റോഡുകളുടെ സ്ഥിതി വളരെ മോശമാണ്. പ്രശ്നം ഇവിടെ നേരത്തെ പ്രതിപക്ഷ അവസാനിപ്പിച്ചതുപോലെ വേണ്ടത്ര ഫണ്ട് കിട്ടുന്നില്ല. സർക്കാരിൻ്റെ ഏറ്റവും വലിയ അങ്ങ് ടൂറിസം കൂടിയുള്ള ആളാണ്. ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും അതിൻ്റെ മുഖമല്ലേ റോഡുകൾ, നല്ല റോഡുകൾ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ ടൂറിസം നന്നാവുമോ? അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരു വിഷയം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ MLAക്ക് വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാരണങ്ങളാലോ അല്ല, സഭ നിർത്തിവെച്ച് അല്ല എങ്കിൽ പോലും നിങ്ങൾ തന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയമാണിത്. പ്രയോറിറ്റി കൊടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. റോഡുകളുടെ സ്ഥിതി വളരെ വളരെ ശോചനീയമായ അവസ്ഥയാണ്. അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ PWD കയ്യിൽ നിന്ന് പോയിനൊന്നും അല്ല ഞങ്ങൾക്ക്.
അത് എത്ര പ്രാവശ്യം പോയതാ? നടാടെയാണോ? ഞങ്ങൾക്ക് PWD എത്ര വന്നു, PWD എത്ര പോയി, ഞങ്ങൾക്കുണ്ടോ അതുമല്ല പ്രയാസം. അറിയാലോ, അനവധി പ്രാവശ്യം PWD കൈകാര്യം വരികയും പോവുകയും ചെയ്തൊരു പാർട്ടിയാണ് ഞങ്ങളുടേത്. 8 കൊല്ലം തുടർച്ചയായിട്ട് കുറച്ച് കാലമായിട്ട് PWD നിങ്ങൾക്ക് പോയിട്ടില്ല, അതാ ശ്രദ്ധയപ്പെടുത്തി. ഒരു പ്രാവശ്യം ഒന്ന് PWD വീണ്ടും കിട്ടിയതിൽ ഇത്രയധികം അഭിമാനം കൊള്ളേണ്ടതില്ല, അംഗീകരിക്കേണ്ടതുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇത്ര അധികം വേണ്ട. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ ഒരു ലക്ഷണം കണ്ടിട്ട് PWD നിങ്ങൾക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ദുഃഖിക്കണ്ട, അതൊക്കെ സാധാരണയാണ്. PWD വരും പോവും. സർ, ഞാൻ പറഞ്ഞത് ചരിത്രം ബാക്കോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വന്നതാ, എത്ര പ്രാവശ്യം പോയതാ? ഏതാ? നമ്മളെല്ലാവരും കൂടി റോഡൊന്ന് അല്ല നമ്മളെല്ലാവരും കൂടി റോഡൊന്ന് നന്നാക്കാൻ നോക്കുക. അതല്ലാതെ ഈ ശബ്ദം വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞപ്പോൾ അത് ഈ സ്റ്റേറ്റിലുള്ള ഈ റോഡല്ലേ എന്ന് തോന്നിപ്പോയി എന്ന് പറഞ്ഞില്ലേ. കാരണം ഇതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. വളരെ ശോചനീയമായൊരവസ്ഥയുണ്ട്. ഒരുപക്ഷെ ഫണ്ട് കിട്ടാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടി നോക്കി കുറച്ച് ഫണ്ടൊക്കെ പ്രയോറിറ്റിയിൽ കിട്ടാനുള്ള ഇതുണ്ടാക്കണമെന്നാകണമായിരുന്നു അത് അങ്ങയുടെ മറുപടി. ഏതായിരുന്നാലും ശരി, വളരെ ദയനീയമായ ഇന്നത്തെ അവസ്ഥയിലുള്ള ഈ കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയോട് ഞങ്ങൾ മുമ്പോട്ട്. യെസ്, നിർമ്മാണം വലിയ വിഷയമാണ് സാർ. പലപ്പോഴും ഈ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ പ്രോപ്പറായ ഡ്രൈനേജ് ഇല്ല എന്നുള്ളത് ഇത്തരം വിഷയങ്ങൾ, റോഡുകൾ മോശമാവുന്നതിന് കാരണമാവുന്നുണ്ട്. മറ്റൊന്ന് NH 66 പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സാർ, ഈ റോഡ് മുറിച്ചതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് റോഡുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ റോഡുകൾ മുറിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അത് വീണ്ടും അത് പുനഃസംവിധാനം ചെയ്ത് കൊടുക്കുന്നില്ല, അതിലേക്ക് ആക്സസ് കൊടുക്കുന്നില്ല. അത് NHൻ്റെ പല ഭാഗങ്ങളിലും വലിയ തോതിൽ പ്രശ്നങ്ങളായി മാറുന്നുണ്ട്. അത് അടിയന്തരമായി ആ വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെടണം. അതുകൊണ്ട് ഈ പഞ്ചായത്ത് റോഡുകൾക്കും മുനിസിപ്പാലിറ്റി റോഡുകൾക്കും വലിയ പ്രശ്നമുണ്ട് സാർ. എൻ്റെ മണ്ഡലത്തെ വില്യാപ്പള്ളി ചേലക്കാട് റോഡ് KRFB ഏറ്റെടുത്തതാണ്. പക്ഷേ ആ KRFB ഏറ്റെടുത്തിട്ട് 5 വർഷമായി, ഇപ്പോഴും അക്വസിഷൻ പൂർത്തിയായിട്ടില്ല. പക്ഷേ ആ റോഡിൽ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ അതാരാണ് പുനർനിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ കുഴിയടക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തർക്കം ഇപ്പോഴുമാണ്. PWD ഏറ്റെടുക്കുന്നില്ല, KRFB ഏറ്റെടുക്കുന്നില്ല. ഇത്തരം വിഷയങ്ങൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാത്തത് പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുന്നു.